ബ്രിട്ടീഷുകാർ കൈയടക്കി വെച്ച ഒരു മരുഭൂമി പ്രദേശം ഇന്ന് അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളെയും അസൂയപ്പെടുത്തും വിധം വളർന്ന് പന്തലിച്ചുവെങ്കിൽ അതിന്റെ പേര് UAE എന്നായതുകൊണ്ട് തന്നെയാണ്. അറേബ്യൻ കഥകളിലെ മാന്ത്രിക വിളക്കുണ്ടാക്കിയ അത്ഭുത കഥകളെ വെല്ലുന്ന മാസ്മരികതയുടെ കഥയാണ് ആ രാജ്യത്തിന് ലോകത്തോട് പറയാനുള്ളത്. ആ വളർച്ചയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതായത് UAE 1971 സ്ഥാപിതമായതിനു ശേഷം ശ്രദ്ധേയമായ വളർച്ചയും വികാസവും പ്രാപിച്ച രാഷ്ട്രമാണിത്. UAEയുടെ വളർച്ചയിൽ ഒരു പരിധിവരെ നമ്മൾ മലയാളികൾക്കും വലിയ പങ്കുണ്ട് എന്ന് എടുത്തു പറയാം. എണ്ണ ശേഖരം കണ്ടെത്തിയതോടെയാണ് UAEയുടെ ഭാഗ്യം തെളിഞ്ഞതെങ്കിലും ഇന്നു കാണുന്ന തലത്തിലേക്ക് എത്തിയതിൽ UAEക്ക് വലിയൊരു കഥ തന്നെ പറയാനുണ്ട്. തന്ത്രപരമായ നിക്ഷേപങ്ങൾ, സമർത്ഥമായ നയതന്ത്ര ബന്ധങ്ങൾ, ആധുനികവൽക്കരണം എന്നിവയിലൂടെ UAE ആഗോളതലത്തിൽ അതിന്റെ സ്വാധീനം സമർത്ഥമായി വിപുലീകരിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാണ്. UAE ഇന്ന് ലോകത്തിലെ ഒരു പ്രധാനിയായി വളർന്ന കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അടിത്തറയും ആദ്യകാല വികസനവുമാണ് ആദ്യം പറയുന്നത്. 7 സ്വതന്ത്ര സംസ്ഥാനങ്ങളുടെ അതായത് സ്റ്റേറ്റുകളുടെ അല്ലെങ്കിൽ എമിറേറ്റുകളുടെ ഫെഡറേഷനാണ് ഒരുമിച്ച് അറബ് അമീറത്തുകൾ അഥവാ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നായി പറയുന്നത്. 1950കളിലെ എണ്ണ നിക്ഷേപത്തിന്റെ കണ്ടെത്തലിന് മുൻപ് UAE ബ്രിട്ടീഷുകാരാൽ സംരക്ഷിക്കപ്പെട്ടു പോന്ന അവികസിതങ്ങളായ എമിറേറ്റുകളുടെ ഒരു കൂട്ടമായിരുന്നു. ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നാണ് അന്ന് അവ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ എണ്ണ നിക്ഷേപത്തിന്റെ കണ്ടെത്തൽ ത്വരഗതിയിലുള്ള ആധുനികവൽക്കരണത്തിനും വികസനത്തിനും വഴിവെച്ചു. 1971 അബുദാബിയുടെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ 6 എമിറേറ്റുകൾ ചേർന്ന് സ്വതന്ത്രമായ ഫെഡറേഷൻ രൂപം കൊണ്ടു. ഒരു വർഷത്തിനു ശേഷം 7ാമത്തെ എമിറേറ്റായ റാസ് അൽ ഖൈമയും ഫെഡറേഷനിൽ ചേർന്നു. അബുദാബി, ദുബായ്, ഷാർജ, ഫുജൈറ, അജ്മാൻ, അൽ കുവൈൻ, റാസ് അൽ ഖൈമ എന്നിങ്ങനെ 7 എമിറേറ്റുകളാണ് ഫെഡറേഷനിലെ അംഗങ്ങൾ. ഈ എമിറേറ്റുകളിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അബുദാബി എമിറേറ്റ് ആണ്. UAEയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതും അബുദാബി തന്നെ. 1960കളിലും 1970കളുടെ തുടക്കത്തിലും പ്രദേശത്തിന്റെ ആപേക്ഷിക അവികസിതാവസ്ഥ ഉണ്ടായിരുന്നിട്ടും 1950കളിലും 1960കളിലും എണ്ണയുടെ കണ്ടെത്തൽ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിച്ചത്. UAEയുടെ സ്ഥാപക പിതാക്കന്മാർ, പ്രത്യേകിച്ച് അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ, ആധുനികവും സമൃദ്ധവും ഏകീകൃതവുമായ ഒരു രാഷ്ട്രമാണ് വിഭാവനം ചെയ്തത്. വിശാലമായ എണ്ണ സമ്പത്ത് UAEയെ എളിമയുള്ള മരുഭൂമിയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലൊന്നാക്കി മാറ്റാൻ സഹായിച്ചു. UAEയുടെ ഭാവി വിജയത്തിന് അടിത്തറയിട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, മനുഷ്യ മൂലധനം എന്നിവയിൽ നിക്ഷേപം നടത്തുന്നതിൽ നേതൃത്വം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ ആ രാജ്യം വളർച്ചയുടെ പാതയിലേക്കെത്തി. സാമ്പത്തിക വൈവിധ്യവൽക്കരണമാണ് അടുത്തത്. എണ്ണ, പ്രകൃതിവാതക കയറ്റുമതി UAEയുടെ സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നുവെങ്കിലും 1990കൾ മുതൽ അതിന്റെ സാമ്പത്തിക അടിത്തറ വൈവിധ്യവൽക്കരിക്കാൻ രാജ്യം തീരുമാനിച്ചു. ആഗോള എണ്ണവിലയിൽ അനുഭവപ്പെടുന്ന ചാഞ്ചാട്ടം തിരിച്ചറിഞ്ഞ് ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സുസ്ഥിരവും സ്ഥിരവുമാക്കുന്ന ബദൽ വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കാൻ UAE ശ്രമിച്ചു. എണ്ണയില്ലാത്തൊരു നാളെയും അതിജീവിക്കേണ്ടത് UAEയുടെ ആവശ്യമായിരുന്നു. ഈ വൈവിധ്യവൽക്കരണത്തിൽ പ്രത്യേകിച്ച് ദുബായ് ഒരു കേന്ദ്ര പങ്കാളിയാണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. എമിറേറ്റ് തന്ത്രപരമായി ഒരു വ്യാപാര തുറമുഖത്തിൽ നിന്ന് ആഗോള സാമ്പത്തിക, ടൂറിസ്റ്റ്, ലോജിസ്റ്റിക് ഹബ്ബായി മാറി. 2004 ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ അതായത് DIFC സ്ഥാപിതമായതും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പരിവർത്തനവും ആഗോള വാണിജ്യ കേന്ദ്രമാകാനുള്ള UAEയുടെ അഭിലാഷത്തെയാണ് പ്രതിഫലിപ്പിച്ചത്. ബുർജ് ഖലീഫ, പാം ജുമൈറ, ഗുർജ് അൽ അറബ് തുടങ്ങിയ സ്ഥലങ്ങൾ അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കുന്നതോടെ ദുബായ് ഒരു ആഡംബര ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയായി. വിനോദസഞ്ചാരത്തിനും ധനകാര്യത്തിനും അപ്പുറം വ്യോമയാനം, റിയൽ എസ്റ്റേറ്റ്, പുനരുപയോഗ ഊർജം, സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലും UAE നിക്ഷേപം നടത്തി തുടങ്ങി. 1985 സ്ഥാപിതമായ എമിറേറ്റ്സ് എയർലൈൻസ് UAEയെ ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ മുൻനിര എയർലൈനുകളിൽ ഒന്നാക്കി മാറ്റി. കൂടാതെ ബഹിരാകാശ പരിവേഷണത്തിൽ UAE ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. 2019 ഹോപ്പ് പേടകത്തിന്റെ വിക്ഷേപണത്തോടെ ചൊവ്വയിലേക്ക് ഒരു ദൗത്യമയക്കുന്ന ആദ്യത്തെ അറബ് രാഷ്ട്രമായി രാജ്യം മാറി. സാങ്കേതിക നവീകരണത്തിനും പരിവേഷണത്തിനുമുള്ള ഈ പ്രതിബദ്ധത മേഖലയുടെയും അതിനപ്പുറത്തിന്റെയും ഭാവി രൂപപ്പെടുത്തുന്നതിൽ UAEയെ ഒരു പ്രധാന കാരണമാക്കി മാറ്റി. നയതന്ത്രവും സോഫ്റ്റ് പവറുമാണ് അടുത്തത്.
ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ UAEയുടെ നയതന്ത്ര തന്ത്രം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മറ്റ് പ്രാദേശിക ശക്തികളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റുമുട്ടലിനേക്കാൾ സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രായോഗിക വിദേശ നയമാണ് UAE പിന്തുടർന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുമായും പ്രത്യേകിച്ച് അമേരിക്കയുമായും അതുപോലെ തന്നെ സൗദി അറേബ്യയും ഇറാനും ഉൾപ്പെടെയുള്ള അയൽ പ്രാദേശിക ശക്തികളുമായി നേതൃത്വത്തിന് സമർത്ഥമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. UAE ശക്തമായി രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക സഖ്യങ്ങൾ രൂപപ്പെടുത്തിയിട്ടുമുണ്ട്. അത് ലോകത്ത് അതിന്റെ സുരക്ഷയ്ക്കും സ്ഥാനത്തിനും സംഭാവന നൽകി. ഈ പങ്കാളിത്തത്തിലൂടെ ഗൾഫ് സഹകരണ കൗൺസിലിലും അതായത് GCC വിശാലമായ മിഡിൽ ഈസ്റ്റ് മേഖലയിലും കാര്യമായ സ്വാധീനം ചെലുത്താൻ UAEക്ക് സാധിച്ചു. നയതന്ത്ര ബന്ധത്തിന് പുറമെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സോഫ്റ്റ് പവർ ഉപയോഗിച്ചു. സാംസ്കാരിക നയതന്ത്രത്തിന്റെ പ്രതീകമായ ലൂവ്രെ അബുദാബി, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, അബുദാബി ക്യാമ്പസ് പോലുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആരംഭത്തോടെ വിവിധ ആഗോള സംരംഭങ്ങളിൽ രാജ്യം നിക്ഷേപം നടത്തി. അന്താരാഷ്ട്ര കോൺഫറൻസുകൾ, ഉച്ചകോടികൾ, സ്പോർട്സ് ഇവന്റുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതിലും UAE ശ്രദ്ധ ചെലുത്തി. ഇത് ഒരു ആഗോള ഹബ്ബ് എന്ന നിലയിലുള്ള അതിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നതായിരുന്നു. അടുത്തത് UAEയുടെ സൈനിക ശക്തിയും തന്ത്രപരമായ നിക്ഷേപങ്ങളുമാണ്. UAEയുടെ സൈനിക ശേഷിയും അതിന്റെ ഉയർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ കാണുന്ന സൈനിക ശക്തിയുടേതിന് സമാനമല്ലെങ്കിൽ പോലും മിഡിൽ ഈസ്റ്റിലെ ശക്തമായ സൈന്യം കൈവശമുള്ള രാജ്യം കൂടിയാണ് UAE. പ്രതിരോധത്തിലും സാങ്കേതിക വിദ്യയിലും രാജ്യത്തിന്റെ നിക്ഷേപങ്ങളും ഉയർന്ന പ്രൊഫഷണലും നന്നായി പരിശീലനം ലഭിച്ച സൈന്യവും ചേർന്ന് പ്രാദേശിക സുരക്ഷയിൽ രാജ്യത്തെ ഒരു പ്രധാന കളിക്കാരനാക്കി നിലനിർത്തുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് യമൻ, ലിബിയ, സിറിയ എന്നിവിടങ്ങളിൽ UAE നിരവധി സൈനിക ഇടപെടലുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ ബാനറിന് കീഴിലോ പാശ്ചാത്യ സഖ്യകക്ഷികളുടെ പിന്തുണയോടെയോ പലപ്പോഴും നടത്തുന്ന ഈ ഇടപെടലുകൾ പ്രാദേശിക അധികാര സന്തുലിതാവസ്ഥ രൂപപ്പെടുത്തുന്നതിനും അതിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. സൈനിക ശേഷിക്ക് പുറമെ ലോകമെമ്പാടുമുള്ള തുറമുഖങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, ലോജിസ്റ്റിക് എന്നിവയിലെ UAEയുടെ തന്ത്രപരമായ നിക്ഷേപങ്ങൾ അതിന്റെ സ്വാധീനം വിപുലീകരിച്ചു. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെ ആസ്തികൾ സമ്പാദിച്ച് ആഗോള വ്യാപാരത്തിൽ ദുബായിയുടെ പോർട്ട് ഓപ്പറേറ്ററായ DP വേൾഡ് ഒരു പ്രധാനിയായി മാറി. ഈ ആഗോള ശൃംഖല UAEയുടെ തന്ത്രപരമായ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. പ്രധാന സമുദ്ര റൂട്ടുകളിലും വ്യാപാര ശൃംഖലകളിലും നിയന്ത്രണം നൽകുന്നതുമാണ്. കിരീടാവകാശികളുടെ നേതൃത്വമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. UAEയുടെ നേതൃത്വം രാജ്യത്തിന്റെ വളർച്ചയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അന്തരിച്ച UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ തന്റെ പിതാവ് ഷെയ്ഖ് സായിദിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നതിൽ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സഹോദരൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സായിദ് ആണ് 21ാം നൂറ്റാണ്ടിൽ ആഗോള ശക്തിയായി UAEയുടെ ദ്രുതഗതിയിലുള്ള മാറ്റത്തിന് നേതൃത്വം നൽകിയത്. മുഹമ്മദ് ബിൻ സായിദിന്റെ നേതൃത്വത്തിൽ UAE നവീകരണം, ആഗോള സ്ഥാനം എന്നിവയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വം മസ്താർ സിറ്റിയുടെ വികസനം, സീറോ കാർബൺ നഗര വികസനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് എന്നിവയിലെ ഗണ്യമായ നിക്ഷേപം, സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനുള്ള പ്രേരണ എന്നിവ പോലുള്ള അഭിലാഷ പദ്ധതികളുമായി മുന്നോട്ടു പോയി. കൂടാതെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ UAEയുടെ ശക്തമായ നിലപാടിൽ പ്രത്യേകിച്ച് ഇറാനിയൻ സ്വാധീനത്തെ പ്രതിരോധിക്കുന്നതിലും മേഖലയിലെ മുസ്ലിം വിരുദ്ധ ബ്രദർഹുഡ് ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഭാവിയിൽ UAE നേരിടാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് പറയുന്നത്. നിരവധി വിജയങ്ങൾ ഉണ്ടായിട്ടും ഇന്നും UAE നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ്. എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയുന്നുണ്ടെങ്കിലും എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകളുടെ പശ്ചാത്തലത്തിൽ UAEക്ക് പ്രഹരം സംഭവിക്കാറുണ്ട്. കൂടാതെ യമനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളും ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികളും ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്കൽ അസ്ഥിരതയും UAEയുടെ പ്രാദേശിക നിലപാടിന്റെ സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി UAEയുടെ വളർച്ചയും വികസനവും അസാധാരണമായ ഒന്നു തന്നെയാണ്. തന്ത്രപ്രധാനമായ നിക്ഷേപങ്ങൾ, നയതന്ത്ര മികവ്, ആധുനികവൽക്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവയിലൂടെ UAE ഗണ്യമായ ആഗോള സ്വാധീനമുള്ള ഉയർന്നുവരുന്ന ശക്തിയായി സ്വയം സ്ഥാനം പിടിച്ചു. കഠിനവും മൃദുവായതുമായ ശക്തിയുടെ സംയോജനം, മുന്നോട്ടുള്ള ചിന്താഗതിയിലുള്ള നേതൃത്വത്തോടൊപ്പം UAE വരും വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റിന്റെയും വിശാലമായ ലോകത്തിന്റെയും ഭാവി രൂപപ്പെടുത്തുന്നത് തുടരുമെന്നും ഉറപ്പാക്കുന്നു. എന്തായാലും UAE ഇപ്പോഴും വളർച്ച തുടരുകയാണ്, ഒപ്പം മലയാളികളും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തുതന്നെയായാലും കമന്റിൽ കുറിക്കുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.